നമസ്കാരം, ഞാൻ വിനീഷ് രോഹിണി. വീട്ടിലിരുന്ന് ഗോൾഡ് ട്രേഡ് ചെയ്ത് എങ്ങനെ ഇൻകം ജനറേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഗോൾഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അതൊരു പ്രഷ്യസ് മെറ്റലാണ്. ഓരോ ദിവസം കഴിയും തോറും, ഓരോ വർഷം കഴിയും തോറും ഇതിന്റെ പ്രൈസ് പതിയെ 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 കയറി പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മളൊക്കെ കാണുന്നത്. അതുകൊണ്ട് തന്നെ സ്വർണം നമുക്ക് എല്ലാം ഇഷ്ടമാണ്. നമ്മളെല്ലാവരും സ്വർണം കൊണ്ട് പല തരത്തിലുള്ള ആഭരണങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. എനിക്കൊന്നും മലയാളികൾക്ക് സ്വർണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമായിട്ട് മാറി എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സ്വർണം വാങ്ങിക്കുന്നവരുടെ എണ്ണം കുറച്ച് കുറവുണ്ടെങ്കിലും അതിനോടുള്ള താല്പര്യം ആർക്കും തന്നെ കുറഞ്ഞിട്ടില്ല. കാരണം കുറയാനുള്ള പർച്ചേസിംഗ് പവർ കുറയാനുള്ള കാരണം അതിന്റെ പ്രൈസ് നല്ലൊരു പീക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ഓരോ ഡേ ബൈ ഡേ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഉള്ളത്. അപ്പൊ ഇങ്ങനെ പ്രൈസ് കൂടുന്ന സമയത്തും നമുക്ക് സ്വർണ്ണം ഫിസിക്കലായിട്ട് സ്വർണ്ണം വാങ്ങിക്കാൻ പറ്റില്ലെങ്കിൽ പോലും നമുക്ക് ഓൺലൈനിലൂടെ ഈ ഗോൾഡ് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇതിന് 2 ടൈപ്പ് മാർക്കറ്റ് അല്ലെ 3 ടൈപ്പ് മാർക്കറ്റ് ഉണ്ട് ഇപ്പൊ നിലവിൽ. ക്രിപ്റ്റോയിൽ നമുക്ക് ട്രേഡ് ചെയ്യാം, അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും കമോഡിറ്റി സെഷനിൽ, അതേപോലെ തന്നെ ഇന്റർനാഷണൽ സെഷനിൽ, അതായത് ഫോറക്സ് ട്രേഡിംഗും നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഫോറക്സ് മാർക്കറ്റ്, ക്രിപ്റ്റോ മാർക്കറ്റ്, ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് ട്രേഡ് ചെയ്യാം. ഇന്ത്യയിൽ മൾട്ടി കമോഡിറ്റി എക്സ്ചേഞ്ച് ആണ് ഈ കമോഡിറ്റി ട്രേഡിംഗ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഗോൾഡിന്റെ മിനി വേർഷൻസ് ഉണ്ട്, അതുപോലെ സ്റ്റാൻഡേർഡ് വേർഷൻസ് ഉണ്ട്. ഇത് ഏത് വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഇതിന്റെയൊക്കെ പ്രൈസ് ഡിഫറെന്റ് ആയിരിക്കും, ലോട്ട് പ്രൈസ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് ചെയ്യാം എന്നതിനെ കുറിച്ച് നോക്കാം. ഞാൻ ഈ ക്രിപ്റ്റോയിലോ അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിലോ കാര്യമല്ല പറയുന്നത്, ഞാൻ ഇന്റർനാഷണൽ മാർക്കറ്റിലെ ഫോറക്സ് ട്രേഡിങ്ങിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്രിപ്റ്റോ മാർക്കറ്റിൽ എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടത് ഗോൾഡ്, അതോടൊപ്പം തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ പിന്നീട് ഒരു ദിവസം എന്തായാലും ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും നമുക്ക് ചെയ്യാൻ പറ്റും. പ്രധാനമായിട്ടും നമ്മുടെ മലയാളികളുടെ അല്ലെങ്കിൽ കേരളക്കാരുടെയൊക്കെ ഒരു ചിന്താഗതിയാണ്, ഇപ്പൊ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത് ഇല്ലീഗൽ ആണോ, നമുക്കിത് ചെയ്യാൻ പാടില്ല, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്ന് ഒരുപാട് സംശയങ്ങളുണ്ട്. ഇപ്പൊ ഇന്റർനാഷണൽ മാർക്കറ്റിൽ, അതായത് ഫോറക്സ് ട്രേഡിങ്ങിൽ ഗോൾഡ് നമുക്ക് ട്രേഡ് ചെയ്യണമെങ്കിലും ഇവിടെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് റെഗുലേഷൻസ് കാര്യങ്ങളൊന്നുമില്ല. അതായത് ഫോറക്സ് ബ്രോക്കേഴ്സിന് ഇവിടെ പ്രവർത്തിക്കാനുള്ള അനുമതിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മൾക്ക് സ്വയം വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പൊ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഗവൺമെന്റിൽ ഒരു പ്രത്യേക റെഗുലേഷനോ അതോറിറ്റിയോ ഒന്നുമില്ല, എല്ലാം നമ്മൾ സഹിക്കുക എന്ന് തന്നെയേ ഉള്ളൂ പറയാം. ഇനി നേരെ മറിച്ച് നമ്മുടെയൊക്കെ വരുമാന മാർഗം മെജോറിറ്റി വരുന്നത് ഗൾഫ് കൺട്രീസ് നിന്നാണ്. അപ്പൊ UAE എടുക്കുകയാണ്. UAE ഈ ഗോൾഡ് ട്രേഡിംഗ് കംപ്ലീറ്റ്ലി ലീഗലാണ്. എല്ലാ തരത്തിലും അതോറിറ്റിയും കാര്യങ്ങളും ലൈസൻസും പരിപാടികളൊക്കെ കൊണ്ട് അവിടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ത്യയിൽ വരുമ്പോൾ അതിന് റെഗുലേഷൻസ് ആയില്ല. ഇനി ഭാവിയിൽ റെഗുലേഷൻസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. മീൻസ് ഓരോ വർഷം കഴിയുന്തോറും പുതിയ പുതിയ കാര്യങ്ങൾക്ക് അപ്ഡേഷൻ കൊണ്ടുവരുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. ക്രിപ്റ്റോയ്ക്ക് നേരത്തെ ഇതേപോലെ റെഗുലേഷൻ ഉണ്ടായിരുന്നില്ല. കറന്റ് ക്രിപ്റ്റോയ്ക്ക് റെഗുലേഷൻ ഉണ്ട്, നമുക്ക് ട്രേഡൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഗോൾഡ് ട്രേഡിംഗ്, ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഗോൾഡ് ട്രേഡിംഗ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായിട്ട് എന്തൊക്കെ ടൈപ്പിൽ നമുക്ക് ട്രേഡ് ചെയ്യാം എന്നതിനെ കുറിച്ച് നോക്കാം. ഒന്നാമത് നമുക്ക് ഡെയിലി നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഡെയിലി ഇപ്പോൾ സ്വർണം ഇത്ര ലോട്ട് നമ്മൾ വാങ്ങിച്ചു വിറ്റു, അപ്പൊ അതിലൂടെ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ്, ലാഭം ഓർ നഷ്ടം, ട്രേഡിംഗ് ആകുമ്പോൾ ലാഭം ഉണ്ട് നഷ്ടം ഉണ്ടാവും. അങ്ങനെ ഡെയിലി വാങ്ങിച്ച് വിൽക്കുന്ന ഒരു പ്രോസസ്സിനെ ഇൻട്രാഡേ എന്ന് പറയും, ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയും. അതുപോലെ തന്നെ നമ്മൾ വാങ്ങിച്ചു, ഇന്നിപ്പോൾ വാങ്ങിച്ചിട്ട് നമ്മൾ 2, 3, 4 ദിവസം കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ കൊടുക്കുന്നുള്ളൂ. ചിലപ്പോൾ ആഴ്ചകൾ എടുക്കും അത് വിൽക്കാൻ വേണ്ടിയിട്ട്, ദിവസങ്ങളോ ആഴ്ചകളോ എടുക്കും. അപ്പോൾ അതിനെയൊക്കെ സ്വിംഗ് ട്രേഡിംഗ് എന്നാണ് പറയുക. അപ്പോൾ ഇൻട്രാഡേ ട്രേഡിംഗ് ഉണ്ട്, സ്വിംഗ് ട്രേഡിംഗ് ഉണ്ട്. ഇൻട്രാഡേ എന്ന് പറഞ്ഞാൽ ഡെയിലി തന്നെ വാങ്ങിച്ച് ഡെയിലി തന്നെ വിൽക്കുന്ന രീതി, അല്ലെങ്കിൽ 2 രീതിയിലും ചെയ്യാം. വാങ്ങിച്ച് വിൽക്കാം, ഒരു വിറ്റിട്ട് പിന്നീട് വാങ്ങിക്കാം, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ബൈയും ചെയ്യാം, സെല്ലും ചെയ്യാം. ഓക്കെ, എക്സിറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ട്രേഡാണ് നമ്മൾ ചെയ്യാം. സോ ഇൻട്രാഡേ ട്രേഡ് ഉണ്ട്, അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡും ഉണ്ട്. രണ്ടും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എങ്ങനെ തുടങ്ങാം എന്നതാണ് പിന്നെയുള്ള ഒരു കാര്യം. ഇതിനായിട്ട് നമുക്ക് ഒരു സ്മാർട്ട് ഡിവൈസ് വേണം. ഒന്നുകിൽ സ്മാർട്ട് ഫോൺ ആവാം, അല്ലെങ്കിൽ ടാബ് ആവാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആവാം, ലാപ്ടോപ്പ് ആവാം. ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് വേണം. ലാപ്ടോപ്പ് അല്ലെങ്കിൽ ടാബ് അല്ലെങ്കിൽ മൊബൈൽ. സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. എല്ലാത്തിനും ഇതിനകത്തുള്ള പ്ലാറ്റ്ഫോംസ് എല്ലാത്തിനും വർക്ക് ചെയ്യും. ഇനി ട്രേഡ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമിനെ കുറിച്ച് അറിയണം. പ്ലാറ്റ്ഫോം MT5 ഓർ MT4 എന്നാണ് അറിയപ്പെടുക. MT4 എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതിന്റെ ലേറ്റസ്റ്റ് വേരിയന്റ് ആണ് MT5. അപ്പോൾ ഇപ്പൊ എല്ലാവരും ഉപയോഗിക്കുന്ന MT5 ആണ്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന MT5 ആണ്. MT4 ഉപയോഗിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. MT5 എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യാം. ഇനി പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയിൽ റെഗുലേഷൻ ഇല്ലാത്തതിന്റെ ചെറിയ പ്രശ്നമുണ്ട്, ഡൗൺലോഡ് ചെയ്യാൻ പറ്റാതെ വന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് MT5ന്റെ വെബ്സൈറ്റ് ഉണ്ട്. അവരുടെ വെബ്സൈറ്റ് കയറിയിട്ട് നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സാംസങ് ഫോണൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, സാംസങ്ങിന്റെ തന്നെ സ്റ്റോറിനകത്ത് ഇത് ഡൗൺലോഡ് ചെയ്യാൻ നമുക്ക് അവൈലബിൾ ആണ്. ഇന്ത്യക്ക് വെളിയിലുള്ളവർക്ക്
എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്യാം. പിന്നെ ഐഫോണിൽ നമുക്ക് MT5 അവൈലബിൾ ആണ്, ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്മാർട്ട് ഡിവൈസ് വേണം, MT5 പ്ലാറ്റ്ഫോം വേണം. ഈ രണ്ട് സാധനങ്ങൾ ഉണ്ടായാൽ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഇനി അടുത്താണ് നമുക്ക് ഒരു ബ്രോക്കർ, ഒരു ട്രേഡിംഗ് അക്കൗണ്ട് വേണം. ട്രേഡ് ചെയ്യുന്നത് ഇങ്ങനെ MT5 പ്ലാറ്റ്ഫോമിലാണെങ്കിലും ഒരു ബ്രോക്കറിന്റെ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ബ്രോക്കേഴ്സ് ഇന്റർനാഷണൽ മാർക്കറ്റിലുണ്ട്. ഇഷ്ടമുള്ള ബ്രോക്കറെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ചൂസ് ചെയ്യുന്ന ബ്രോക്കറിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ തീർച്ചയായിട്ടും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കാം. ക്ലിക്ക് ചെയ്യുക, നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഗോൾഡ് ട്രേഡിംഗുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഐഡിയകളും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. കോഴ്സോ അങ്ങനെയുള്ള പരിപാടികളൊന്നുമല്ല, ട്രേഡിംഗുമായി ബന്ധപ്പെട്ട് ഞാൻ ട്രേഡ് ചെയ്യുന്ന സമയത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യും. ഇപ്പോൾ ബ്രോക്കറിന്റെ അക്കൗണ്ട് നമുക്ക് എടുക്കാം. ഇപ്പോൾ ബ്രോക്കറിന്റെ അക്കൗണ്ട് എന്തിനാന്ന് വെച്ചാൽ സാധാരണ നമ്മളിവിടെ നാട്ടിൽ ഒരുപാട് ബ്രോക്കേഴ്സ്, ട്രേഡിംഗ് ബ്രോക്കേഴ്സ് ഉണ്ട്. ഇപ്പൊ അലീസ് ബ്ലൂ ഉണ്ട്, അതേപോലെ തന്നെ സീറോദ ഉണ്ട്, അതുപോലെ ദൻ, ഇങ്ങനെയുള്ള കുറേ കമ്പനികളുണ്ട്. അപ്സ്റ്റോക്സ്, കുറേ കമ്പനികളുണ്ട്, ഏഞ്ചൽ. അപ്പൊ ഈ കമ്പനികളെ പോലെ തന്നെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് ബ്രോക്കേഴ്സ്, ഫോറക്സ് ട്രേഡിംഗ് ബ്രോക്കേഴ്സ് ഉണ്ട്. അപ്പൊ ആ ബ്രോക്കേഴ്സിൽ ഏതെങ്കിലും നമുക്ക് അക്കൗണ്ട് ഉണ്ടാക്കാം. അപ്പൊ അതിൽ കുറച്ച് അക്കൗണ്ടുകളാണ് വാൻറ്റേജ്, അതുപോലെ തന്നെ എക്സം, എക്സ്നെസ്, അങ്ങനെ ഒരുപാട് ബ്രോക്കേഴ്സ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവരുടെയൊക്കെ അക്കൗണ്ട് ആക്കിയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ബ്രോക്കറിന്റെ അക്കൗണ്ട് ആയി കഴിഞ്ഞാൽ ഈ ബ്രോക്കറിന്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ KYC കൊടുക്കണം. ആധാർ കാർഡ്, പാൻ കാർഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്യണം. അപ്പൊ ചിലര് ആധാർ കാർഡ് മാത്രമേ വാങ്ങിക്കുള്ളൂ, പാൻ കാർഡ് ചിലർ വാങ്ങിക്കാറില്ല. അപ്പൊ ആധാർ കാർഡ് മാത്രം അറ്റാച്ച് ചെയ്ത് കൊടുക്കുക, KYC കാര്യങ്ങൾ ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ അതിൽ ഫണ്ട് ലോഡ് ചെയ്യണം. അപ്പൊ ഫണ്ട് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ റെഗുലേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇന്ത്യൻ റുപ്പീസ് നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റില്ല, ക്രിപ്റ്റോകളായിട്ടാണ് ലോഡ് ചെയ്യുക. അപ്പൊ വേണമെങ്കിൽ ഇന്ത്യൻ റുപ്പീസ് ആയിട്ട് ലോഡ് ചെയ്യാൻ പറ്റുന്ന ബ്രോക്കേഴ്സും ഉണ്ട്. ഇപ്പൊ ഇവൻ എക്സം ഒക്കെ ഇന്ത്യൻ റുപ്പീസ് ലോഡ് ചെയ്യാനും വാൻറ്റേജ് ഒക്കെ ഇന്ത്യൻ റുപ്പീസ് ലോഡ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ലോഡ് ചെയ്യാം. അതർവൈസ് നിങ്ങൾക്ക് ക്രിപ്റ്റോകൾ ലോഡ് ചെയ്യാം. പിന്നെ ഇന്റർനെറ്റ് ബാങ്കിങ് ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫണ്ട് ലോഡ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ബെസ്റ്റ് ക്രിപ്റ്റോ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത നമുക്ക് വേണ്ട സ്റ്റേബിൾ ആയിട്ടുള്ള ഇന്റർനെറ്റ് കണക്ഷൻ, സ്മാർട്ട് ഡിവൈസ്, MT5 പ്ലാറ്റ്ഫോം ആൻഡ് ബ്രോക്കർ അക്കൗണ്ട് ആൻഡ് സ്റ്റേബിൾ ആയിട്ടുള്ള തടസ്സമില്ലാത്ത ഇന്റർനെറ്റ് കണക്ഷനും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഈ 4 കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് തുടങ്ങാം. മെയിൻ ആയിട്ട് ബ്രോക്കറിൽ ഒരു രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട്. ആ സെക്ഷനിൽ നമ്മൾ പോയിട്ട് MT5 അക്കൗണ്ട് സെലക്ട് ചെയ്ത് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അത് ഏത് അക്കൗണ്ടാണ് ബെസ്റ്റ്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ പിന്നീട് നമുക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ നമുക്ക് എന്തായാലും ചെയ്യാം ട്രേഡ് ചെയ്യുന്ന സമയത്ത്. ഈ 4 കാര്യങ്ങൾ മറക്കരുത്. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ലാഭക്ഷമതയാണ്, ഫൈനാൻഷ്യൽസ് ആണ്. മെയിൻ ആയിട്ട് ഇതിനകത്ത് വരുന്ന ചെലവുകൾ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ മാർജിൻ ആണ്. നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ട എമൗണ്ട്. നമുക്ക് ഈവൻ ഒരു $100 ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്ത് തുടങ്ങാം. $50 ഉണ്ടായാലും ചെയ്യാം, ഇവൻ 25 ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ബട്ട് ദ ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ $100 നമുക്ക് ട്രേഡ് ചെയ്യാൻ നമുക്ക് പറ്റും. അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. അതുപോലെ തന്നെ ഇന്റർനെറ്റ് ഡാറ്റ ആവശ്യമാണ്. ഒരു മാസത്തേക്ക് ഇന്റർനെറ്റ് റീചാർജ് ചെയ്യാം. പിന്നെ ബ്രോക്കറേജ് ഫീസ് 2 രീതിയിലാണ്, സ്പ്രെഡും ഉണ്ട്, അതേപോലെ തന്നെ കമ്മീഷൻസും ഉണ്ട്. കുറെ പല ടൈപ്പ് അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ അക്കൗണ്ടിനനുസരിച്ചിട്ടാണ് ചാർജ് കാര്യങ്ങളൊക്കെ വരിക. അത് ബ്രോക്കറിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, MT5 അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തിരഞ്ഞെടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഏത് വേണമെങ്കിലും ചെയ്യാം. എല്ലാം ഓൾമോസ്റ്റ് ആ ഒരു ലെവലിലേക്ക് എത്തിക്കുക. എന്നാലും ചാർജ് കുറവ് എന്ന് പറഞ്ഞാൽ ഈ കമ്മീഷൻസ് എടുക്കുന്ന ടൈപ്പ് ഓഫ് അക്കൗണ്ടുകളാണ്, ECN അക്കൗണ്ടുകളാണ് പൊതുവെ ചാർജ് കുറവായിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഡെപ്തിലേക്ക് പോകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇനി വരും ദിവസങ്ങളിൽ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം, ചാർജ്, ബ്രോക്കറേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അടുത്ത ഇതിന്റെ റവന്യൂ എന്ന് പറഞ്ഞാൽ പ്രൈസ് അപ്രീസിയേഷൻ ആണ്. പ്രൈസ് ഇപ്പൊ നമ്മൾ സെല്ലാ ചെയ്തെങ്കിൽ താഴോട്ട് മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടും. ഇനി ബയ്യാ ചെയ്തെങ്കിൽ മേലേക്ക് പോകുമ്പോൾ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടും. അപ്പം അങ്ങനെ പ്രൈസ് അപ്രീസിയേഷനിൽ നമുക്ക് കിട്ടുന്ന റവന്യൂ ആണ്. അതേപോലെ തന്നെ ഡോളറിന്റെ ഗ്രോത്ത്, ഇപ്പൊ പ്രോഫിറ്റ് ആയിട്ട് നമ്മൾ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡോളറിനുമായിട്ട് ഗ്രോത്ത് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അതിന്റെ ഒരു റവന്യൂ നമുക്ക് വരും. അതുപോലെ തന്നെ കോമ്പൗണ്ടിങ്, നമുക്കിത് കോമ്പൗണ്ടിങ് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് കിട്ടിയ ലാഭം തന്നെ നമുക്ക് വീണ്ടും അതിനകത്ത് അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ വരുമാന മാർഗം. മെയിൻ ആയിട്ട് പ്രൈസ് അപ്രീഷിയേഷൻ ആണ്. പ്രൈസ് കൂടുന്നതനുസരിച്ചാണ് നമുക്ക് റവന്യൂ കിട്ടുക. അത് രണ്ട് ഓപ്പോസിറ്റ് സൈഡിലും നമുക്ക് ട്രേഡിംഗ് ഉള്ളതുകൊണ്ട് നമുക്കത് തിരിച്ച് പ്രൈസ് കുറയുന്ന സമയത്ത് ലാഭമുണ്ട്. മീൻസ് നമ്മൾ സെല്ലാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രൈസ് താഴോട്ട് പോകുന്നതനുസരിച്ച് നമുക്ക് പ്രോഫിറ്റ് കിട്ടിക്കൊണ്ട്, ബയ്യ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രൈസ് മേലേക്ക് പോകുന്നതനുസരിച്ച് നമുക്ക് പ്രോഫിറ്റ് നമുക്ക് കിട്ടിക്കൊണ്ട്. അപ്പോൾ പ്രൈസിന്റെ അപ്രീസിയേഷൻ ആണ് മെയിൻ ആയിട്ടുള്ള റവന്യൂ മോഡൽ എന്ന് പറഞ്ഞാൽ. കോമ്പൗണ്ടിങ് നമുക്ക് ചെയ്യാം, പക്ഷേ ഇനീഷ്യലി നമ്മൾ അതിന്റെ ഭാഗത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. പിന്നെ ഡോളറിന്റെ ഗ്രോത്ത് കുറെ സമയം എടുത്ത് ചെയ്യുന്നവർക്കാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുന്നത്. കുറെ ടൈമിലേക്ക് അവിടെ തന്നെ കോമ്പൗണ്ട് ചെയ്ത് പോയിട്ട് കുറെ കാലം നമ്മൾക്ക് റേറ്റ് കൂടി വരികയാണ്. ചെറിയ എമൗണ്ട് കൂടി വരുന്നത്. അപ്പോൾ വലിയൊരു എമൗണ്ട് ഒക്കെ ഉള്ളവർക്കാണ് അത് ബെനിഫിറ്റ് ആയിട്ട് മാറുക. ചെറിയൊരു എമൗണ്ട് ഉള്ളവർക്ക് അതൊരു വലിയൊരു ബെനിഫിറ്റ് ആയിട്ട് മാറില്ല. അവർക്ക് മെയിൻ ആയിട്ട് പ്രൈസ് അപ്രീസിയേഷൻ ആയിരിക്കും ബെറ്റർ. ഇനി അടുത്താണ് എക്സ്പെക്റ്റഡ് മന്ത്ലി റിട്ടേൺസ്. ഒരു 10 to 25% ഒക്കെ ഒരു മാസം നമുക്ക് നെറ്റ് പ്രോഫിറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. മാർക്കറ്റിൽ ഇപ്പോൾ ഒരു $100 ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മാസത്തേക്ക് ഒരു $10 പ്രോഫിറ്റ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ $1000 ഉണ്ട്, ഒരു $100 ഒക്കെ പ്രോഫിറ്റ്
പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ കൃത്യമായിട്ട് ട്രേഡിംഗ് പഠിച്ചിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ പഠിക്കാതെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ $100 പോകും. ഇനീഷ്യലി നമ്മൾ $100 സ്പെൻഡ് ചെയ്യുന്നത് പഠിക്കാനെന്ന രീതിയിലാണ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടത്. ഒരിക്കലും നമുക്ക് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ എന്ന രീതിയിൽ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പാടില്ല. $100 നമ്മൾ പഠിക്കുക, പ്രോപ്പറായിട്ട് പഠിച്ച് മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മൾ ഗൂഗിൾ ആഡ്സ് ഒക്കെ റൺ ചെയ്യുന്ന സമയത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നമ്മൾ എന്ത് ചെയ്യും, ആദ്യത്തെ $500 ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പഠിക്കും, ആഡുകൾ ക്രിയേറ്റ് ചെയ്ത്. മെറ്റ ആഡ്സിലും അങ്ങനെയാണ്. ഞാൻ ഒരുപാട് തവണ 500 ലോഡ് ചെയ്ത് ഇങ്ങനെ പഠിച്ച് നമ്മൾ എക്സ്പീരിയൻസ് നേടുന്നത്. അങ്ങനെ എക്സ്പീരിയൻസ് ആയതിനു ശേഷമാണ് നമ്മൾ പ്രോപ്പറായിട്ട് പിന്നെ ട്രേഡ് ചെയ്ത് പിന്നെ ആഡ് റൺ ചെയ്ത് നമുക്ക് അതിൽ നിന്ന് ലീഡുകൾ ജനറേറ്റ് ചെയ്യാം. നേരെ മറിച്ച് ഇതേ ട്രേഡിംഗിലേക്ക് വരുന്ന സമയത്ത് ഇതേപോലെ നമ്മൾ ഇനീഷ്യൽ എമൗണ്ട് ഇട്ടു നമ്മൾ ട്രേഡിംഗ് പ്രോപ്പറായിട്ട് പഠിച്ച് സെറ്റായിട്ട് വരും. അപ്പോൾ അതിനൊക്കെയുള്ള സൊല്യൂഷൻസ് ഉണ്ട്. ഇതൊക്കെ വരുന്ന ദിവസങ്ങളിൽ അതിന്റെ ഡീറ്റെയിലേക്ക് നമുക്ക് പോവാം. ഇതൊരു ബേസിക്സ് ആയിട്ടുള്ള കാര്യം മാത്രം മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെയാണ് പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ നമുക്ക് പറ്റുന്നത്. അടുത്താണ് പരിശീലനം സഹായം. സൗജന്യമായിട്ടുള്ള ഡെമോ അക്കൗണ്ടുകൾ നമുക്ക് ഉപയോഗിച്ചിട്ട് പരിശീലനം ചെയ്യാൻ പറ്റും. ഇവരുടെ തന്നെ ഈ ബ്രോക്കറിന്റെ അതിൽ ഡെമോ അക്കൗണ്ടുകൾ കിട്ടും. MT5 ഡെമോ അക്കൗണ്ട്. ആ ഡെമോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, MT5 വെച്ച് ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് പഠിക്കാവുന്നതാണ്. ഇനി ട്രേഡിംഗ് കമ്മ്യൂണിറ്റി സപ്പോർട്ടുകളുണ്ട്. ഒരുപാട് കമ്മ്യൂണിറ്റികളുണ്ട് ട്രേഡിങ്ങിന്റെ. യൂട്യൂബൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കമ്മ്യൂണിറ്റികൾ കാണാൻ പറ്റും, വാട്സപ്പിലൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള കമ്മ്യൂണിറ്റികളുടെ സപ്പോർട്ട് കാര്യങ്ങൾ കിട്ടും. ചെറിയ എമൗണ്ട് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പഠിപ്പിക്കുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കേരളത്തിലുണ്ട്. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കേരളത്തിലുണ്ട്, വിദേശ രാജ്യങ്ങളിലുണ്ട്, നമ്മുടെ ഇന്ത്യയിൽ തന്നെ മറ്റു സംസ്ഥാനങ്ങളിലും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ചെറിയ എമൗണ്ട് മുതൽ വലിയ എമൗണ്ട് വരെ ഉണ്ട്. ഇവൻ ഞാനൊക്കെ കണ്ടെടുത്തേക്ക് ഒരു $2,000 മുതൽ ഒരു 5,000, 10,000, 20,000, 30,000. ഒരു മെജോറിറ്റി ആൾക്കാരും ഒരു $30,000 ഒക്കെ വാങ്ങിച്ചിട്ടാണ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുക. ഒരു കുറച്ച് സ്റ്റാൻഡേർഡ് ലെവലിലുള്ള ഒരു 30 to 50. ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആകുമ്പോൾ ഒരു $5,000 ഇടയിൽ 3,000, 5,000 ഇടയിലാണ് ഏറ്റവും കൂടുതൽ ഫീസ് വാങ്ങിച്ചിട്ട് ട്രേഡ് പഠിപ്പിക്കുക. അതുപോലെ തന്നെ ട്രേഡിംഗ് പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ മെന്റർ നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിൾ ട്രേഡർ ആണോ എന്നതിനെ കുറിച്ച് നോക്കുക. പിന്നെ ഞാൻ എപ്പോഴും മെന്റർ പ്രോഫിറ്റബിൾ ട്രേഡർ ആണ് എന്നൊന്നും ഞാൻ പറയാൻ നിൽക്കില്ല. കാരണം വെച്ചാൽ ഒരു ടീച്ചിങ് വേറെ തന്നെ ഒരു സ്കില്ലാണ്, ട്രേഡിംഗ് വേറെ തന്നെ ഒരു സ്കില്ലാണ്. ഒരു നല്ലൊരു ട്രേഡർക്ക് എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരുന്ന ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു ട്രേഡർക്ക് ചിലപ്പോൾ സ്റ്റുഡൻസിനെ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ പറ്റണമെന്നില്ല. അങ്ങനത്തെ കുറെ കുഴപ്പമുണ്ട്. പണിയെടുക്കുന്നവന് നന്നായിട്ട് പഠിപ്പിക്കാൻ പറ്റണമെന്നില്ല, നന്നായിട്ട് പഠിപ്പിക്കാൻ പറ്റുന്നവന് പണിയെടുക്കാനും പറ്റണമെന്നില്ല. മനസ്സിലായില്ലേ? അത് രണ്ട് മേഖലയാണ്. പക്ഷെ ഇവർക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ അറിയും, രണ്ട് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അറിയും. വളരെ പ്രോ ലെവലിൽ ചെയ്യാൻ ചിലപ്പോൾ പറ്റണമെന്നില്ല, രണ്ടും ഒരേ സമയത്ത് ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം അവർക്ക് സമയം ഉണ്ടാവില്ല. അപ്പൊ നല്ല രീതിയിൽ ട്രേഡ് ചെയ്തിട്ട് പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ ഒരിക്കലും പഠിപ്പിക്കാൻ പോലും തയ്യാറാവില്ല. മീൻസ് അവരുടെ മൈൻഡ് വേറെ തന്നെ ഒരു ഡിഫറെന്റ് മേഖലയിലായിരിക്കും. അതെപ്പോഴും നമ്മൾ ആസ് എ സ്റ്റുഡന്റ് നമ്മൾ മനസ്സിലാക്കണം. അപ്പം കുറെ കാര്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞ നന്നായിട്ട് പഠിപ്പിക്കാൻ അറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ പഠിക്കുക, നന്നായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. എപ്പോഴും റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും, നല്ല ട്രേഡിംഗിൽ പ്രോഫിറ്റബിൾ ട്രേഡർ ആയിട്ട് മാറുന്നത് ഈ പഠിപ്പിച്ച കാര്യങ്ങൾക്കപ്പുറം നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് നേടുമ്പോഴാണ്, നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ്. പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ആദ്യം വീഴും, ഒരു കുഞ്ഞിനെ പോലെയാണ്. ആദ്യം നമ്മൾ വീഴും, പിന്നെ അങ്ങനെ വീണ് അവസരം നമ്മൾ പ്രോപ്പർ ലെവലിലേക്ക് എത്തും. അപ്പോൾ ഇനീഷ്യലി നിങ്ങൾ എന്ത് ചെയ്യാം, ഇപ്പൊ ഡെമോ അക്കൗണ്ടിലൊക്കെ ട്രേഡ് ചെയ്ത് പഠിച്ച് പിന്നീട് നിങ്ങൾ ലൈവ് അക്കൗണ്ടിലേക്ക് പതിയെ ജമ്പ് ചെയ്യുക. $50, $100 ഇട്ടിട്ട് ചെറിയ മൈനർ ലോട്ടൊക്കെ ഇട്ടിട്ട് ട്രേഡ് ചെയ്ത് മേലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. പേഴ്സണൽ മെന്റർഷിപ്പുകൾ കിട്ടും. മലയാളത്തിൽ ഒരുപാട് വീഡിയോകൾ ഉണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. മലയാളം മാത്രമല്ല, ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ വീഡിയോസ് ഉണ്ടാക്കുക, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇതൊക്കെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും. ശരിയായ അറിവ് നേടുക, ക്ഷമയോടെ കാത്തിരിക്കുക, വിജയം നിങ്ങളെ തേടിയെത്തും. ഈ അവസരം എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരും ഉപയോഗപ്പെടുത്തുക. പുതിയൊരു വരുമാന മാർഗം എല്ലാവരും കണ്ടെത്തുക. ഇത് വലിയൊരു പണിയുള്ള സംഭവമേ അല്ല എന്ന് ഓർക്കുക. കാരണം നമുക്ക് ഓരോ ദിവസവും നമ്മൾ പുതിയ ഒരു സ്കില്ലിനെ കുറിച്ച് നമ്മൾ പഠിച്ച് അതിനകത്ത് നമ്മൾ എക്സ്പീരിയൻസ് നേടി അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ അതിൽ നിന്ന് ചെറിയ രീതിയിൽ റവന്യൂ ജനറേറ്റ് പോകും. അങ്ങനെ ഒരുപാട് മാർഗങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ കുറച്ച് റവന്യൂ കിട്ടുമ്പോൾ ഇവിടെ എനിക്കൊരു 1% കൺസിസ്റ്റന്റ് ആയിട്ട് കിട്ടുന്ന ഒരു സിസ്റ്റം എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് മൊഡ്യൂൾ ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ അതിനെ മാത്രം ഫോക്കസ് ചെയ്യാതെ ഞാൻ എൻ്റെ മറ്റുള്ള റവന്യൂ മോഡലിനെ ഞാൻ ഫോക്കസ് ചെയ്ത് ഒരുമിച്ച് കൊണ്ടുപോകുന്നവരാണ് എപ്പോഴും വിജയിക്കുക. ഒരു സാധനം മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പണി നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവും. ഒരു വലിയൊരു ഗ്രോത്ത് നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. പക്ഷേ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ജോലിയും അതുപോലെ തന്നെ ബിസിനസ് നമ്മൾ എന്താണ് ചെയ്യുന്നത് അത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. ബാക്കിയുള്ള നമുക്കിപ്പോൾ രാത്രിയൊക്കെ വന്നിട്ട് ഒരു 2 മണിക്കൂറൊക്കെ ഫ്രീ ഉണ്ടെങ്കിൽ ഈവനിങ് നൈറ്റിലൊക്കെ ആ 2 മണിക്കൂർ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക, കുറച്ച് പഠിക്കാനെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക. ഇതൊരു നല്ലൊരു മാർഗ്ഗമാണ്. വീണ്ടും പറഞ്ഞു, ശരിയായ അറിവ് നേടുക, ക്ഷമയോടെ കാത്തിരിക്കുക, വിജയം നിങ്ങളെ തേടിയെത്തും. ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോകൾ വരുന്ന ദിവസങ്ങളിൽ ഷെയർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേജ് ഒക്കെ ട്രേഡിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ ഏർപ്പെടുത്താൻ മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നാളെ കാണാം. ഇറ്റ്സ് വിനീഷ് സൈനിങ് ഓഫ്. ബൈ.